നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ന്യൂ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂ പാർട്ട്ണർ ക്യാപിറ്റലും അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ അല്ലെങ്കിൽ പ്രീമിയം ഇത് രണ്ടും അയാൾ കൊണ്ടുവരികയാണെങ്കിൽ പ്രീമിയം മെത്തേഡിൽ നമുക്ക് എങ്ങനെയാണ് ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് if the partner is not able to bring the amount of goodwill in cash, അതായത് പാർട്ട്ണർക്ക് അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല എങ്കിൽ ആ സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രീമിയം മെത്തേഡല്ല, അതിന് പകരം റീവാലുവേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റീവാലുവേഷൻ മെത്തേഡിൽ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ട്രീറ്റ്മെൻറ്റ് നടത്താം. ഒന്നുകിൽ ആ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ അത് ഫുള്ളായിട്ട് റേസ് ചെയ്ത് ഫുള്ളായിട്ട് ഗുഡ് വിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അത് ഉടനെ തന്നെ റൈറ്റ് ഓഫ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ആ രീതിയിൽ പുതിയ ഗുഡ് വില്ല് ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെയും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം. ഈ രണ്ട് രീതി നമുക്ക് റീവാലുവേഷൻ മെത്തേഡ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് രീതിയിലും എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്. എയും ബിയും പാർട്ട്നേഴ്സാണ്. ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 3:2 എന്നുള്ള റേഷ്യോയിലാണ്. ദേ അഡ്മിറ്റ് സി ഇൻ ടു പാർട്ട്ണർഷിപ്പ്. സിയെ അവർ പാർട്ട്ണർഷിപ്പിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ന്യൂ പാർട്ട്ണർ സി ആണ്. ഫോർ 1/5 ഷെയർ, 1/5 ഭാഗം ഷെയറാണ് അയാൾ കൊടുത്തിരിക്കുന്നത്. ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ് അറ്റ് ₹1 lakh. ഫേമിൻ്റെ ഗുഡ് വിൽ, ടോട്ടൽ ഗുഡ് വിൽ 1,00,000 രൂപയാണ്. ഹീ ഈസ് അൺഏബിൾ ടു ബ്രിങ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. പക്ഷേ സിക്ക് എന്ത് കഴിയുന്നില്ല, അയാൾ ഗുഡ് വില്ല് കൊണ്ടുവരുന്നില്ല. ക്യാപിറ്റലിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ മാത്രം നമുക്കത് നോക്കിയാൽ മതി. ഇവിടെ ഗുഡ് വില്ല് കൊണ്ടുവരുന്നില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഇവിടെ പറയാത്തത് കാരണം നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്കിവിടെ നോക്കേണ്ട കാര്യമില്ല. ഗുഡ് വില്ല് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അതൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് പ്രീമിയം മെത്തേഡല്ല, റീവാലുവേഷൻ മെത്തേഡാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് വാട്ട് വിൽ ബി ദ ജേർണൽ എൻട്രീസ്. ജേർണൽ എൻട്രീസ് എങ്ങനെയായിരിക്കണം? ഇഫ് ഗുഡ് വിൽ ഈസ് റേസ്ഡ് അറ്റ് ഫുൾ വാല്യൂ ആൻഡ് ദെൻ റിട്ടേൺ ഓഫ്. ഗുഡ് വിൽ ഫുൾ വാല്യൂവിൽ ക്രിയേറ്റ് ചെയ്ത് ഉടനെ തന്നെ റൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ. രണ്ടാമത്തേത് ഗുഡ് വിൽ ഈസ് നോട്ട് റേസ്ഡ്. ഗുഡ് വിൽ റൈസ് ചെയ്യുന്നില്ല എങ്കിൽ. അപ്പോൾ ഗുഡ് വില്ല് റൈസ് ചെയ്ത് ഉടനെ തന്നെ അത് റൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഗുഡ് വിൽ റൈസ് ചെയ്യുന്നില്ല എങ്കിൽ. ഈ രണ്ട് സിറ്റുവേഷനിലും എങ്ങനെയാണ് ജേർണൽ എൻട്രീസ് എഴുതുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് എന്താണ് എൻട്രീസ് എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കാം. ആദ്യം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും ഓൾഡ് പാർട്ട്നേഴ്സാണ്. 3:2 ആണ് ഓൾഡ് റേഷ്യോ. സി ആണ് പുതിയ പാർട്ട്ണർ. 1/5 ഷെയറാണ് സിക്ക് നൽകുന്നത്. അതുപോലെ ഗുഡ് വില്ല് 1,00,000 രൂപയാണ്. സി അത് കൊണ്ടുവരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കിനി ഈ കാര്യങ്ങളൊന്ന് എഴുതി വയ്ക്കാം. എഴുതി വയ്ക്കുകയാണെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് എ ആൻഡ് ബി, ഓൾഡ് റേഷ്യോ 3:2. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ന്യൂ പാർട്ട്ണർ സി ആണ്. സിയുടെ ഷെയർ 1/5, ഗുഡ് വിൽ ഓഫ് ദ ഫേം 1 lakh. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളോട് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമുക്കിവിടെ രണ്ട് മെത്തേഡിലും ചെയ്യണം. ഗുഡ് വിൽ ഫുള്ളായിട്ട് റൈസ് ചെയ്ത് ഗുഡ് വിൽ ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് റൈറ്റ് ഓഫ് ചെയ്യും വേണം. അതേപോലെ തന്നെ ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാതെ ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുകയുമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ പാർട്ട്ണറുടെ ഇത് രണ്ട് രീതിയിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ന്യൂ പാർട്ട്ണറുടെ ഷെയർ മാത്രം എത്രയാണെന്നുള്ളത് അറിയണം. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് റേഷ്യോസും അറിയണം. ഇവിടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്ക് ന്യൂ റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോയും അറിയണം. ഈ കാര്യങ്ങളെല്ലാം ഓരോ മെത്തേഡിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ആദ്യം സിയുടെ ഷെയർ, ടോട്ടൽ ഗുഡ് വിൽ 1,00,000 രൂപയാണ്. അതിൽ സിയുടെ ഷെയർ 1/5 ആണ്. അപ്പോൾ 1,00,000 രൂപയുടെ 1/5 ആണ് സിയുടെ ഷെയർ. 20,000 ആയിരിക്കും സിയുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് വയ്ക്കുന്നുണ്ട്. നമുക്ക് എവിടെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എവിടെയാണ് ആവശ്യം എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ നമുക്കിവിടെ സിയുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് വേണ്ടത് ഡിഫറെൻറ്റ് റേഷ്യോസാണ്. നമുക്കിവിടെ 3 റേഷ്യോസാണ് ഉള്ളത്. ഓൾഡ് റേഷ്യോ, ന്യൂ റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ.
അതിൽ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്കിനി ന്യൂ റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്തിലേക്ക് പോകാം? ന്യൂ റേഷ്യോയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ആകെ തന്നിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഓൾഡ് റേഷ്യോ 3:2 സിയുടെ ഷെയർ 1/5. ഇത് രണ്ടും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും മാത്രം തരികയാണെങ്കിൽ എങ്ങനെയാണ് ന്യൂ റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും കണ്ടുപിടിക്കുക എന്നുള്ള വീഡിയോ നമുക്ക് മുൻപ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ചെയ്യാം. ആ വീഡിയോ ഒന്നുകൂടി വേണമെങ്കിൽ എടുത്ത് കണ്ടു നോക്കുക. അപ്പോൾ അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ അറിയേണ്ടത് ഫുള്ളായിട്ടുള്ള ഷെയറിൽ 1/5 ഭാഗം സിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എയും ബിയും കൂടി ബാക്കിയുള്ളത് എത്രയാണ് എക്കും ബിക്കും നൽകാൻ ബാക്കിയുള്ള അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ഇനി എത്ര ഭാഗം ബാക്കി ഉണ്ടാകുന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഇപ്പോൾ റിമൈനിങ് ഷെയർ നമ്മൾ കണ്ടുപിടിക്കണം. റിമൈനിങ് ഷെയർ കണ്ടുപിടിക്കാൻ 1 - 1/5 ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് പഴയ വീഡിയോയിലുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4/5 ആണ്. 4/5 ഭാഗമാണ് ഇനി ആർക്ക് നൽകാനുള്ളത്? എ ആൻഡ് ബി. ഈ 4/5 ഭാഗം എങ്ങനെ അവർ ഷെയർ ചെയ്യുന്നുള്ള കൃത്യമായിട്ട് പറയാത്തത് കൊണ്ട് അവരുടെ ഓൾഡ് റേഷ്യോയിൽ തന്നെ ഷെയർ ചെയ്യണം. ഇതൊക്കെ നമ്മൾ മുൻപ് കണ്ടതാണ്. ഇപ്പോൾ 4/5 എങ്ങനെ എയും ബിയും എങ്ങനെ ഷെയർ ചെയ്യണം? അവരുടെ റേഷ്യോ ആയിട്ടുള്ള 3:2 എന്നുള്ള റേഷ്യോയിൽ ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എഴുതി റിമൈനിങ് ഷെയർ വിൽ ബി ഷെയർഡ് ബൈ എ ആൻഡ് ബി ഇൻ ദർ ഓൾഡ് റേഷ്യോ 3:2. ഇപ്പോൾ റിമൈനിങ് ഷെയർ ആയിട്ടുള്ള 4/5 ഭാഗം എയും ബിയും 3:2 എന്നുള്ള റേഷ്യോയിൽ ഷെയർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എക്കും ബിക്കും കിട്ടുന്നത് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എക്ക് കിട്ടുന്നത് 3/5 4/5 ഭാഗം 3/5 ഓഫ് 4/5. അപ്പോൾ 4/5 3/5 ഭാഗം എക്ക് കിട്ടും. അത് ചെയ്ത് കഴിഞ്ഞാൽ 3 × 4 12, 5 × 5 25. ബിക്ക് കിട്ടുന്നതും 2/5 ഓഫ് 4/5 4/5 2/5 ഭാഗം. ഇത് കുറച്ചുകൂടി വിശദമായിട്ട് പഴയ കാൽക്കുലേഷനിലുണ്ട്. അത് വേണമെങ്കിൽ ഒന്നുകൂടി എടുത്ത് കണ്ടു നോക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 2 × 4 8, 5 × 5 25. ഇപ്പോൾ എയുടെ ഷെയർ 12/25, ബിയുടെ ഷെയർ 8/25, സിയുടെ ഷെയർ 1/5 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 3 പേരുടെയും റേഷ്യോ എഴുതാൻ വേണ്ടിയിട്ട് അവരുടെ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുകയാണെങ്കിൽ സിയുടെ ഡിനോമിനേറ്റർ 5 ആണ്. അതിന് എയുടെയും ബിയുടെയും ഡിനോമിനേറ്റർ ആയിട്ടുള്ള 25ലേക്ക് എത്തിക്കാൻ മൾട്ടിപ്പിൾ ചെയ്തെത്തിക്കണം. അപ്പോൾ 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 25 ആവും. അതേ 5 കൊണ്ട് നമ്മൾ മുകളിലുള്ള 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സിയുടെ ഷെയർ കിട്ടുന്നത് 1 × 5 / 5 × 5 ചെയ്ത് കഴിഞ്ഞാൽ 5 / 25 കിട്ടും. പുതിയ റേഷ്യോ 12:8:5. 12 + 8 20, 25 25. അപ്പോൾ നമുക്ക് നോമിനേറ്ററും ഡിനോമിനേറ്ററും ഈക്വൽ ആവുന്നുണ്ട്. അപ്പോൾ പുതിയ റേഷ്യോ 12:8:5 ആണ് ന്യൂ റേഷ്യോ. ഇനി നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ ആണ് അറിയേണ്ടത്. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ ഇവിടെ കണ്ടുപിടിക്കുന്ന ഒരു എളുപ്പ വഴിയുണ്ട്. ഓൾഡ് റേഷ്യോയും ന്യൂ പാർട്ട്ണറുടെ ഷെയർ മാത്രം തരികയാണെങ്കിൽ, നമ്മളിതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്, ഓൾഡ് റേഷ്യോയും ന്യൂ പാർട്ട്ണറുടെ ഷെയർ മാത്രം തരികയാണെങ്കിൽ ഓൾഡ് റേഷ്യോ വിൽ ബി ദ സാക്രിഫൈസിങ് റേഷ്യോ. അതായത് ഇവിടെ ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ. ഇത് മറ്റുള്ള കണ്ടീഷനിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ നമുക്ക് എടുക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഓൾഡ് റേഷ്യോയും ന്യൂ പാർട്ട്ണർ ഷെയർ മാത്രം തരികയാണെങ്കിൽ ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ. അതായത് ഓൾഡ് റേഷ്യോ ആയിട്ടുള്ള 3:2 തന്നെയായിരിക്കും എ ആൻഡ് ബി ഇവരുടെ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അറിയാം. ഇവിടെ ടോട്ടൽ ഗുഡ് വിൽ എത്രയാണെന്നുള്ളത് അറിയണം, ഓൾഡ് റേഷ്യോ വേണം, പിന്നെ അതേപോലെ തന്നെ ന്യൂ റേഷ്യോ ആവശ്യമുണ്ട്, സാക്രിഫൈസിങ് റേഷ്യോ ആവശ്യമുണ്ട്, അതേപോലെ തന്നെ പുതിയ പാർട്ട്ണറുടെ ഗുഡ് വിൽ. ഇത്രയും കാര്യം നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ജേണൽ വരയ്ക്കാം. ആദ്യം ജേണൽ വരച്ചു. ജേണൽ എൻട്രീസ് ഇവിടെ റീവാലുവേഷൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റീവാലുവേഷൻ മെത്തേഡിലാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് പ്രീമിയം മെത്തേഡായിരുന്നു. നമ്മളിവിടെ കാണാൻ പോകുന്നത് റീവാലുവേഷൻ മെത്തേഡാണ്. നമുക്ക് ആദ്യം ഫസ്റ്റ് 2 ഓപ്ഷൻസാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? എ, ഗുഡ് വിൽ ഈസ് റേസ്ഡ് ഇൻ ഫുൾ വാല്യൂ ആൻഡ് ദെൻ റിട്ടേൺ ഓഫ്. ഇതാകെ 2-3 എൻട്രീസ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ജേണൽ എൻട്രി വരക്കേണ്ട അറിയില്ല. ഒരു ജേണലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 2ൻ്റെയും ഓപ്ഷൻ്റെ എഴുതാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? പെർട്ടിക്കുലർ കോളത്തിൽ ഫസ്റ്റ് ഹെഡിങ് എഴുതി വയ്ക്കുക. ഫസ്റ്റ് ഹെഡിങ് എന്താണ്? ഗുഡ് വിൽ ഈസ് റേസ്ഡ് ഇൻ ഫുൾ വാല്യൂ ആൻഡ് ദെൻ റിട്ടേൺ ഓഫ്. ഗുഡ് വിൽ ഫുൾ വാല്യൂവിൽ റേസ് ചെയ്ത് അത് റിട്ടേൺ ഓഫ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഗുഡ് വിൽ റേസ് ചെയ്യണം, അത് റിട്ടേൺ ഓഫ് ചെയ്യണം. ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യണം, അത് എഴുതി തള്ളണം. ഗുഡ് വിൽ ആദ്യം ക്രിയേറ്റ് ചെയ്യണം, ഗുഡ് വിൽ ആദ്യം അതിൻ്റെ ഫുൾ വാല്യൂവിലേക്ക് എത്തിക്കണം, പിന്നെ അത് റൈറ്റ് ഓഫ് ചെയ്യണം, അത് എഴുതി തള്ളുകയും വേണം. അപ്പോൾ ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾഡ് റേഷ്യോയിലാണ് ക്രിയേറ്റ് ചെയ്യുക.
ക്രിയേറ്റ് ചെയ്യുന്നത് ഓൾഡ് റേഷ്യോയിലും അത് റൈറ്റ് ഓഫ് ചെയ്യുന്നത് ന്യൂ റേഷ്യോയിലും. ശ്രദ്ധിക്കുക, ഈ മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഓൾഡ് റേഷ്യോയിലും അത് റൈറ്റ് ഓഫ് ചെയ്യുന്നത് ന്യൂ റേഷ്യോയിലുമാണ്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് എൻട്രി വരിക? ഗുഡ് വില്ലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഗുഡ് വിൽ അസറ്റാണ്. അപ്പോൾ അസറ്റ് വരുന്ന സമയത്ത് അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സ് മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്ന എൻട്രിയിൽ ഉണ്ടാവുകയുള്ളൂ. ഓൾഡ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗുഡ് വില്ലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക, ഓൾഡ് പാർട്ട്നേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് 1,00,000 രൂപ. അത് ഓൾഡ് റേഷ്യോ വെച്ചാൽ 3:2. 1,00,000ൻ്റെ 3/5 ഭാഗം എയും 2/5 ഭാഗം ബിയും. 60,000 രൂപയും 40,000 രൂപയും. അതിൻ്റെ ജേണൽ നമ്മൾ അതിൻ്റെ നരേഷനും എഴുതി. ഗുഡ് വിൽ റേസ്ഡ് ടു ഫുൾ വാല്യൂ ഇൻ ഓൾഡ് റേഷ്യോ. ഗുഡ് വിൽ എന്ത് ചെയ്തു? ഫുൾ വാല്യൂവിൽ നമ്മൾ ഓൾഡ് റേഷ്യോയിൽ നമ്മൾ റേസ് ചെയ്തു, ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് റൈറ്റ് ഓഫ് ചെയ്യണം. ഇത് നമ്മൾക്ക് പൈസ കൊണ്ടുവരാത്തത് കൊണ്ട് ഒരു റീവാലുവേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റൈറ്റ് ഓഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗുഡ് വിൽ ഉടനെ തന്നെ റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ക്രിയേറ്റ് ചെയ്യുന്നത് ഓൾഡ് റേഷ്യോയിലും അത് റൈറ്റ് ഓഫ് ചെയ്യുന്നത് ന്യൂ റേഷ്യോയിലും ആയിരിക്കണം. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എഴുതിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി ആയിരിക്കും റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഗുഡ് വില്ലിന് ഡെബിറ്റ് ആണെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ഗുഡ് വില്ലിന് ക്രെഡിറ്റ് ആയിരിക്കും. ക്യാപിറ്റലിന് അക്കൗണ്ടിന് നേരത്തെ ക്രെഡിറ്റ് കൊടുത്താണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ആയിരിക്കും. പക്ഷേ ശ്രദ്ധിക്കുക, ന്യൂ റേഷ്യോ ആണ്. അപ്പോൾ ആരും കൂടി ഉണ്ടാവണം? ന്യൂ പാർട്ട്ണറും കൂടി ഉണ്ടാവണം. ന്യൂ റേഷ്യോ ആയതുകൊണ്ട് ന്യൂ പാർട്ട്ണർ, അതായത് 3 പേരുടെയും അക്കൗണ്ടുകൾ ഇവിടെ എഴുതണം. അപ്പോൾ അതിൻ്റെ എൻട്രി എന്തായിരിക്കും? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സിസ് ക്യാപിറ്റൽ. ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് 1,00,000 തന്നെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ റേഷ്യോ ആയിട്ടുള്ള 12:8:5 എന്നുള്ളതിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,00,000ൻ്റെ 12/25 എയുടെ 8/25 ഭാഗം ബിക്കും 5/25 ഭാഗം സിക്കും, അതായത് 48,000 എയുടെ അക്കൗണ്ടിൽ ഡെബിറ്റിൽ, 32,000 ബിയുടെ നേരെ ഡെബിറ്റിൽ, 20,000 രൂപ സിയുടെ നേരെ ഡെബിറ്റിൽ. ടോട്ടൽ 1,00,000 രൂപ ഗുഡ് വില്ലിന് ക്രെഡിറ്റ്. അപ്പോൾ റീവാലുവേഷൻ മെത്തേഡിൽ ഗുഡ് വില്ല് റേസ് ചെയ്ത് ഉടനെ തന്നെ റൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിലുള്ള 2 എൻട്രീസാണിത്. ഓൾഡ് റേഷ്യോയിൽ അത് റേസ് ചെയ്യുന്നു, ന്യൂ റേഷ്യോയിൽ അത് റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഈ 2 എൻട്രി മാത്രമേ ഫസ്റ്റ് ഓപ്ഷനിലുള്ളൂ. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ കേസ് പറഞ്ഞിരിക്കുന്നത് ബി, ഗുഡ് വിൽ ഈസ് നോട്ട് ക്രിയേറ്റഡ്. ഗുഡ് വിൽ എന്നുള്ളൊരു അക്കൗണ്ട് നമ്മൾ കണക്കിൽ എഴുതുന്നതേ ഇല്ല. പകരം ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. ഗുഡ് വിൽ എഴുതാതെ ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വേറൊരു എൻട്രിയിലൂടെയാണ്. പുതിയ പാർട്ട്ണർ എന്ത് ചെയ്യണം? ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കണം. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. പുതിയ പാർട്ട്ണർ എന്ത് ചെയ്യണം? ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ പഴയ പാർട്ട്നേഴ്സിന് കൊടുക്കണം. പഴയ പാർട്ട്നേഴ്സിന് കിട്ടുന്നത് കൊണ്ട് അവരുടെ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. പുതിയ പാർട്ട്ണർ കൊടുക്കുന്നതുകൊണ്ട് അവരെ ഡെബിറ്റും ചെയ്യുന്നു. പുതിയ പാർട്ട്ണർക്ക് കൊടുക്കുകയാണ് വേണ്ടത്, അപ്പോൾ അയാളുടെ ക്യാപിറ്റൽ കുറയും. അതുകൊണ്ട് പുതിയ പാർട്ട്ണറുടെ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. പഴയ പാർട്ട്നേഴ്സിന് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് അവരുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റും ചെയ്യുന്നു. അപ്പോൾ എൻട്രി വരുന്നത് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതാണ് എൻട്രി. എത്രയാണ് എമൗണ്ട് എഴുതേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ന്യൂ പാർട്ട്ണറുടെ ഷെയർ മാത്രം എഴുതിയാൽ മതി. അവിടെ ന്യൂ പാർട്ട്ണറുടെ ഷെയർ മാത്രം എഴുതിയാൽ മതി. അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പ്രീമിയം മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ സാക്രിഫൈസിങ് റേഷ്യോയിലും. അപ്പോൾ എൻട്രി ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ന്യൂ പാർട്ട്ണറുടെ ഷെയർ എഴുതിയിട്ട് അത് ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എഴുതുകയാണെങ്കിൽ ആരാണ് ന്യൂ പാർട്ട്ണർ? സി ആണ് ന്യൂ പാർട്ട്ണർ. ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? എയും ബിയും. അപ്പോൾ എൻട്രി എഴുതുന്ന സമയത്ത് സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് എസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇതാണ് എൻട്രി. എത്രയാണ് ന്യൂ പാർട്ട്ണർ? സിയുടെ ഷെയർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്.
20,000 രൂപയാണ് സിയുടെ ഷെയർ. അപ്പോൾ സിയുടെ നേരെ ഡെബിറ്റ് സൈഡിൽ 20,000 എന്ന് എഴുതി. അത് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. സാക്രിഫൈസിങ് റേഷ്യോയുടെ ഓൾഡ് റേഷ്യോ തന്നെയാണ് 3:2. അപ്പോൾ 20,000 രൂപ 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എക്ക് കിട്ടുന്നത് 12,000 രൂപയും ബിക്ക് കിട്ടുന്നത് 8,000 രൂപയാണ്. 12,000 8,000 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 12,000 8,000 ആണ്. അതിൻ്റെ നരേഷൻ എഴുതേണ്ടത് ഗുഡ് വിൽ അഡ്ജസ്റ്റഡ് ത്രൂ ക്യാപിറ്റൽ അക്കൗണ്ട്. ഗുഡ് വിൽ അഡ്ജസ്റ്റഡ് ത്രൂ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് റീവാലുവേഷൻ മെത്തേഡിലുള്ള 2 വഴികൾ. ആദ്യത്തെ വഴിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുഡ് വിൽ റൈസ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നു. രണ്ടാമത്തേതിൽ ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല, പകരം ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ റീവാലുവേഷൻ മെത്തേഡിൽ ഏത് മെത്തേഡാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഏത് മെത്തേഡാണോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ ഈ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഫുൾ വാല്യൂയിൽ റൈസ് ചെയ്ത് ഓൾഡ് റേഷ്യോയിൽ റൈസ് ചെയ്ത് ന്യൂ റേഷ്യോയിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാം. ഓൾഡ് റേഷ്യോയിൽ ക്രിയേറ്റ് ചെയ്ത് ന്യൂ റേഷ്യോയിൽ അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രീമിയം മെത്തേഡിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ പുതിയ പാർട്ട്ണറുടെ ഷെയർ കണ്ടുപിടിച്ച് അത് പുതിയ പാർട്ട്ണർക്ക് ഡെബിറ്റ് ചെയ്ത് പഴയ പാർട്ട്നേഴ്സിന് അത് സാക്രിഫൈസിങ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഈ 2 മെത്തേഡാണ് പുതിയ പാർട്ട്ണർക്ക് ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ റീവാലുവേഷൻ മെത്തേഡിൽ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എഴുതിയെടുക്കുക, ക്വസ്റ്റ്യൻ ആൻസർ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഇതെങ്ങനെയാണ് ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക.